നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഒരു വീട്ടില് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ചെടികളിൽ ഒന്നാണ് തുളസി എന്ന് പറയുന്നത്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നതാണ്. തുളസി എന്ന് പറയുന്നത് മഹാലക്ഷ്മി വാസമുള്ള വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യമുള്ള ഒരു ചെടിയാണ്. നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സസ്യം തന്നെയാണ് തുളസി എന്ന് പറയുന്നത്. തുളസി ചെടിയെ പരിപാലിക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ദിവസവും തുളസിക്ക് വെള്ളം അർപ്പിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് തുളസി ഇറുക്കാനായിട്ട് സാധിക്കില്ല. ഭഗവാന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സമർപ്പിക്കാറുണ്ട് തുളസി, അല്ലെ? പക്ഷെ എന്നിരുന്നാലും എല്ലാ ദിവസവും നമുക്കത് ഇറുത്ത് ഭഗവാന് സമർപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതൊക്കെ ദിവസങ്ങളിൽ നമുക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല, ഏതൊക്കെ ദിവസങ്ങളിൽ നമ്മൾ തുളസി ഇറുക്കാൻ പാടില്ല, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും പലർക്കും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടില് തുളസി ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെ വളരെ വൃത്തിയായിട്ട് സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം. കാരണം തുളസി ചെടി വൃത്തിയായിട്ട് സൂക്ഷിക്കാത്ത വീടുകളിൽ എപ്പോഴും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവുമായിരിക്കും. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ട് ആ വീടിനെ തേടി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ലക്ഷ്മി കടാക്ഷത്തിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തുളസി നട്ടു വളർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ടതും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില വീടുകളിൽ ഒരുപാട് തുളസികൾ ഇങ്ങനെ പൂത്തു നിൽക്കും. വീട്ടിൽ ഒരുപാട് തുളസി ഉണ്ടാകുന്നത് വളരെ വളരെ നല്ലതാണ്. പക്ഷെ ഒരുപാടുണ്ടെന്ന് കരുതി തുളസി വേണ്ട വിധത്തിൽ സംരക്ഷിക്കാതിരിക്കുമ്പോഴാണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വീടുകളിൽ ഉണ്ടാകുന്നത്. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ കടാക്ഷമുള്ള വീട്ടില്, ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള വീട്ടിലാണ് തുളസി ഇങ്ങനെ ഒരുപാട് പൂത്തുലഞ്ഞു നിൽക്കുന്നത്, ഒരുപാട് കിളിർത്ത് വരുന്നത്. പക്ഷെ ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ തുളസിയുണ്ട്, ഇങ്ങനെ താനെ പൊടിച്ചു വരാറുണ്ട്, പക്ഷെ എന്നിരുന്നാലും വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് എന്നുള്ളത്. അപ്പോൾ അതിന്റെ കാരണം നിങ്ങൾ അതിനെ വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് താനെ കിളിർത്ത് വന്നതായിക്കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ചാലിന്റെ അടുത്തായിട്ട് അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളം മറിക്കുന്ന സ്ഥലത്തൊക്കെ തുളസി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മാറ്റി നടേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിലും ഒരുപാട് തുളസി ഉണ്ട്, അതിന്റെ ഐശ്വര്യം കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ശരിയായിട്ടുള്ള രീതിയിലാണ് അത് വളരുന്നത് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളുടെ വീട്ടിലെ തുളസി തൈ ഉണ്ടെങ്കിൽ ആ തുളസി പൂക്കാറുണ്ടോ എന്നുള്ളത് നോക്കുക. പൂക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വീട്ടില് ഞാൻ ഇന്നിവിടെ പറയുന്ന രീതിയിലുള്ള ഒരാളുണ്ടായിരിക്കും. അതായത് ആ വീട്ടിൽ ഒരു സ്ത്രീ ഇങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അത് ഗൃഹനാഥയാകാം, മക്കളാകാം, അല്ലെങ്കിൽ മരുമക്കളാകാം, ആരുമാകാം. ആ വീട്ടിൽ ഒരാളെങ്കിലും ഇങ്ങനെ ഞാൻ ഇന്നിവിടെ പറയുന്ന രീതിയിലുള്ള ഒരാള് അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ തുളസിത്തൈ പൂക്കുന്ന വീട്ടിലെ സ്ത്രീകളിലെ ആ ഒരു പ്രത്യേകത എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. തുളസിത്തൈ പൂത്തു നിൽക്കുന്ന വീട്ടിലെ സ്ത്രീകളില് ഭഗവാന്റെയും ദേവിയുടെയും ഒരു അനുഗ്രഹവും കടാക്ഷവും എപ്പോഴും ഉണ്ടാകും. പല കാരണങ്ങളാല് ഒരുപാട് വിഷമിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാകും, അല്ലെ? മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ എപ്പോഴും പങ്കുചേർന്ന്, നമ്മുടെ വിഷമങ്ങളൊന്നുമല്ല, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ഉണ്ടാകും, എന്നിരുന്നാൽ പോലും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ വലിയ പ്രശ്നങ്ങളായി കണ്ട്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള പ്രശ്നമായിട്ട് കണ്ട് അവരെ സഹായിക്കുന്ന ഒരാള് ആ ഒരു വീട്ടിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ലക്ഷ്മി ദേവിയോട് അടുത്തു നിൽക്കുന്ന ആളും ലക്ഷ്മി ദേവി അവർ അറിയാതെ തന്നെ അവരെ ചേർത്ത് നിർത്തുന്ന ആളുമായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി സമയം കളയുക, അതായത് നമുക്ക് നമ്മുടെ സമയം നമുക്ക് വേണ്ടി വിനിയോഗിക്കാതെ നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വീടിന് വേണ്ടി തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടാകും. ത്യാഗം സഹിക്കുന്നവർ എന്തൊക്കെ തന്നെയായാലും അവർ അവരുടെ കുടുംബത്തിനെ കൂടെ നിർത്തിക്കൊണ്ട് എല്ലാ തരത്തിലുള്ള ത്യാഗവും സഹിച്ചുകൊണ്ട് മറ്റുള്ളവർ ഉയരട്ടെ, ഞാൻ കുറച്ച് ത്യാഗം ചെയ്താലും കുഴപ്പമില്ല, അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീരട്ടെ എന്ന് വിചാരിച്ച് ത്യാഗ മനസ്സോടുകൂടി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകള് ഇങ്ങനെയുള്ള ഈ ഒരു തുളസി ചെടി പൂക്കുന്ന വീടുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഒരാളെങ്കിലും ഉണ്ടായിരിക്കും ഇങ്ങനെ. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാം അത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളത്.
അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ വളരെയധികം സന്തോഷിക്കുകയും എത്ര ദുഃഖം മനസ്സിലുണ്ടെങ്കിലും അത് മറ്റുള്ളവരെ കാണിക്കാതെ, ആ പ്രയാസങ്ങളൊന്നും കാണിക്കാതെ ആ സന്തോഷത്തോടെ പെരുമാറുകയും മറ്റുള്ളവരെ കാണിച്ചു കഴിഞ്ഞാൽ അവർ കൂടെ ദുഃഖിക്കും. അങ്ങനെ വേണ്ട, എൻ്റെ ഉള്ളിലുള്ള ദുഃഖം അത് എൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കട്ടെ, എൻ്റെ മനസ്സിൽ തന്നെ നിൽക്കട്ടെ, മറ്റുള്ളവരെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഇങ്ങനെ ഓർത്ത് തൻ്റെ ഉള്ളിലെ സങ്കടം ഉള്ളിൽ ഒതുക്കുകയും പുറമെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ തുളസി പൂക്കുന്ന വീട്ടില് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരോടും മുതിർന്നവരോടും കുടുംബാംഗങ്ങളോടുമൊക്കെ വളരെയധികം ബഹുമാനം നിലനിർത്തിക്കൊണ്ട് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് കുടുംബം തന്നെയാണ് വലുത്, എൻ്റെ കുടുംബമാണ് എനിക്ക് വലുത് എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അത് ഹൃദയത്തിൽ തട്ടിയാണ് അവർ സ്നേഹിക്കുന്നത്. ഒരാളെ സ്നേഹിക്കുമ്പോൾ അങ്ങേയറ്റം സ്നേഹിക്കും എന്നുള്ളതാണ്. പക്ഷെ ആ സ്നേഹം ഒരിക്കലും തിരിച്ചു കിട്ടണമെന്ന് ആദ്യമൊക്കെ വാശി പിടിക്കുമെങ്കിലും ഈ ഞാൻ അങ്ങോട്ട് ഇത്രയും സ്നേഹിക്കുന്ന അവര് തിരിച്ചിങ്ങോട്ട് എന്നെ ഇങ്ങനെ സ്നേഹിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും പിന്നീട് അവരതെല്ലാം കളഞ്ഞ് ഇങ്ങനെയാണ് ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുകയും അത് തിരിച്ചു കിട്ടിക്കൊള്ളണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ളതാണ്. അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത് ഇവർക്ക് വളരെയധികം സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. ഒരുപാട് ഓവർ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ അത് പുറത്തു കാണിക്കാറില്ല. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന യാതൊരു പ്രവർത്തികളും ഇവരുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഒരു ചെറിയ കാര്യമായാൽ പോലും ഇവർ വളരെയധികം ടെൻഷൻ അടിക്കുകയും അതുപോലെ വിഷമിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും സ്വയം ഇതൊക്കെ ചെയ്ത് മറ്റുള്ളവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തില് യാതൊരുവിധ സംശയവുമില്ല. എല്ലാം ഉള്ളിലൊതുക്കും കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ കാരണം മറ്റുള്ളവർ വിഷമിക്കേണ്ട എന്ന് കരുതി എല്ലാം ഉള്ളിലൊതുക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. ഇവർ എപ്പോഴും എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങേയറ്റം ഈശ്വര വിശ്വാസികളാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത്. ഈശ്വര വിശ്വാസവും ആത്മീയ ചിന്തകളും ആത്മീയമായ കാര്യങ്ങളിലും ഇവർ കൂടുതൽ സമയം ചിലവഴിക്കുകയും അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഈശ്വര കടാക്ഷം ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിലും ഭഗവാന്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു രക്ഷ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. എത്ര വലിയ അപകടങ്ങളിൽ പെട്ടുകഴിഞ്ഞാലും എത്ര വലിയ ബുദ്ധിമുട്ടിൽ പെട്ടുകഴിഞ്ഞാലും ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും കാരുണ്യം കൊണ്ട് ഇവർ അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം കർമ്മഫലം എന്ന ഒന്നുണ്ട്. അത് ഭൂമിയിൽ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കർമ്മഫലം തീർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അതായത് മരിക്കുന്ന ഒരാൾക്ക് ജനനമുണ്ട്, ജനിക്കുന്ന ഒരാൾക്ക് മരണവുമുണ്ട്. ഇത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാരണം നമ്മൾ ഭൂമിയിൽ ജനിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ആ കാരണങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് അനുഭവിച്ച് തീർത്തേ പോകാനായിട്ട് പറ്റൂ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് അത് അനുഭവിച്ച് തീർത്ത് ഈ ഭൂമിയിൽ അത് ആരായാലും അവർക്ക് പോകാൻ സാധിക്കില്ല. നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്നും പലരും നമ്മളെ സംരക്ഷിക്കുന്നതും പലരും നമ്മളെ സഹായിക്കുന്നതുമൊക്കെ ഭഗവാന്റെ രൂപത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമ്മളെ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നത് ഭഗവാനാണ് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. അതുപോലെ ഇവർക്ക് ക്ഷേത്ര ദർശനം വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമായിരിക്കും. ഇവർക്ക് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഒരു തിരിച്ചടി ലഭിക്കാറുണ്ട്. എന്നിരുന്നാൽ പോലും അത് അവർ വളരെ സന്തോഷത്തോടെ അത് മനസ്സിലാക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരെ ദ്രോഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നവർക്ക് ഭഗവാൻ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ കൊടുക്കുന്നതും നമ്മൾ കണ്ണുകൊണ്ട് തന്നെ കാണാറുണ്ട്. എല്ലാവരും സന്തോഷിക്കണം, എല്ലാവർക്കും നല്ലത് വരണം എന്ന് ചിന്തിക്കുന്നവരാണ് ഇവർ. എല്ലാവർക്കും ഗുണം ലഭിക്കണം, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ജീവിക്കണം, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, മറ്റുള്ളവരുടെ ഉയർച്ച കണ്ട് ഇവർ സന്തോഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. തുളസി പൂത്തു നിൽക്കുന്ന വീട്ടിൽ നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരാൾ ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.
വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.